എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. രാമായണ കഥകളിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ടീച്ചർ, നമ്മൾ ഇന്നലെ സ്വയംപ്രഭയുടെ കഥയാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു, ഒരു താപസിയുടെ ജീവിതം ജീവിച്ചുകൊണ്ട് ചുറ്റിനുമുള്ളവർക്ക് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ജീവിച്ച ആളായിരുന്നു സ്വയംപ്രഭ. പ്രത്യേകിച്ച് ആ വാനരന്മാർക്ക് വഴികാട്ടുന്നതും ഒക്കെ പറഞ്ഞു. ഒന്ന് പുറകിലോട്ട് പോകുമ്പോൾ മന്ധരയും ഈ സ്വയംപ്രഭയെ പോലെ വളരെ ചെറിയ ഒരു ഭാഗത്ത് മാത്രമാണ് വരുന്നത്. പക്ഷെ രാമായണത്തിന്റെ ഒരു ഗതി തന്നെ മാറ്റി വിടുന്ന ഒരു കഥാപാത്രം കൂടിയായിരുന്നു മന്ധര, അല്ലെ? ഒരാൾ സ്വയംപ്രഭ നന്മ ചൊരിയാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ മന്ധര കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് രാമനെ വനത്തിലേക്ക് അയക്കാനും രാജ്യം ഉപേക്ഷിക്കാനും ഒക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായി മാറി. തുടക്കത്തിൽ പറയേണ്ട ഒരു കഥാപാത്രമായിരുന്നു മന്ധര. സ്വയംപ്രഭയുമായിട്ട് ഒരു താരതമ്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് മന്ധരയുടെ കഥ പറയാം. അത് ശരിയാ, ആയിക്കോട്ടെ. മന്ധര. അപ്പോ ആരാണ് ഈ മന്ധര എന്നും എന്തുകൊണ്ടാണ് മന്ധര കൈകേയിയോട് ഇങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിച്ചതെന്നും ഒക്കെയുള്ള കഥ. അതിന് രാജ്യത്തിലെ രാജാവ് അശ്വപതി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന് ഒരു വരം കിട്ടിയിട്ടുണ്ട്, ഈ തിരക്കുകളുടെ ഒക്കെ ഭാഷ മനസ്സിലാക്കാം. വാൽമീകി രാമായണത്തിൽ പറഞ്ഞ പക്ഷിമൃഗാദികളുടെ എല്ലാം അധ്യാത്മ രാമായണത്തില് ചെറിയ ഉറുമ്പുകളുടെ ഒക്കെ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, ഈ വരം കൊടുത്ത ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ ആരോടേലും പറഞ്ഞാൽ മരിച്ചു നമ്മുടെ അന്ത്യം പിന്നെ, അതുകൊണ്ട് രഹസ്യമായിട്ട് ഇത് വെക്കണം എന്നൂടെ ഈ വരദാതാവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം, ഇത് 2 വർഷം കൊണ്ട് ഇതിനും ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ മട്ടുപ്പാവിലൂടെ ഇങ്ങനെ നടക്കുക, റാണിയുമൊത്ത്. ആ സമയത്ത് അരയന്ന ദമ്പതികള് അവരിങ്ങനെ എന്തോ പറഞ്ഞു സംസാരിച്ചു. ഇദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ വളരെ, എന്താണെന്ന് നമുക്കും അറിയത്തില്ല, കാരണം പുറത്ത് പറയരുതല്ലോ, ഭയങ്കരമായിട്ട് തമാശ തോന്നിട്ട് പൊട്ടി പൊട്ടി ചിരിച്ചു. ഈ തന്നെ ഇങ്ങനെ ചിരിക്കുന്ന കണ്ടപ്പോൾ റാണിക്ക് തോന്നിയ തന്നെ അപമാനിച്ചതോ പരിഹസിച്ച് ചിരിക്കുകയാണ്. എന്തിനാ ചിരിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. ഇന്ന് ഈ വാൽമീകി രാമായണത്തില്, മറ്റേതിലാണെങ്കില് ഇവരെ ശയ്യാഗ്രഹത്തില് ഉറുമ്പുകൾ ഇങ്ങനെ നടന്നു പോവുക. അപ്പൊ ഈ ഉറുമ്പുകൾ തമ്മിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ട് അതിനെ തിരിച്ചറിഞ്ഞ് ഇദ്ദേഹം ചിരിച്ചു. ഞാൻ 2 എണ്ണം ഉണ്ട്. ഈ ഇത് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല, എനിക്കത് കേട്ടേ മതിയാവും, അല്ലെങ്കിൽ ഞാൻ ചാവും. അപ്പൊ പറഞ്ഞു, നിന്നോട് ഞാനിത് പറഞ്ഞാൽ എനിക്ക് മരണം ഉണ്ടാവും. ഉടനെ പറഞ്ഞു, നിങ്ങൾ മരിച്ചാലും ഇല്ലല്ലോ എനിക്കൊന്നുമില്ല, എനിക്ക് കാര്യം അറിയണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചപ്പം ഇദ്ദേഹം ഈ വരദാതാവിനോട് തന്നെ സംവേദനം ചെയ്തു. ഞാൻ എന്ത് ചെയ്യണം, ഇവളിങ്ങനെ പറയുന്നു. ഉടനെ പറഞ്ഞു, അവള് മരിക്കുന്ന മരിച്ചോട്ടെ, പക്ഷെ പറയരുത്, പറഞ്ഞാൽ അങ്ങ് മരിച്ചു പോകും. ഇത് കേട്ടപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ മരിച്ചാലും അത്ര വാശി പാടിയില്ല. ഇത് പറയാനുള്ള സന്ദർഭം കൈകേയിയുടെ നിർബന്ധ ബുദ്ധിയെ പറ്റി പറയുമ്പോൾ പറയുന്നതാണ്, നിന്റെ അമ്മ ഇതേ തരത്തിലുള്ള ആളായിരുന്നു, നിർബന്ധ ബുദ്ധിയായിരുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭമാണ്. പക്ഷെ ഞാൻ ഈ മന്ധരയുടെ കാര്യം പറയാൻ വരുമ്പോൾ ഇത് പറയുന്നത്, ഈ അമ്മ അങ്ങ് പോയി. അപ്പൊ ഈ കൈകേയി ചെറുതാ, കൈകേയും യുധാജിത്തും ഒക്കെ ഇദ്ദേഹത്തിന്റെ മക്കളാണ്. യുധാജിത്ത് വളരെ ഈ യുദ്ധത്തില് ഒരുപാട് പങ്കുവഹിച്ച ഒരാളാണ്, അശ്വപതിയുടെ മകനാണ്. അപ്പൊ ഈ കുഞ്ഞിനെ വളർത്തുന്ന ആരാ? അപ്പോഴാണ് ഈ മന്ധരയെ വളർത്ത ദാസിയാക്കി, വളർത്തമ്മയാക്കി, ശരിക്കും പറഞ്ഞ വളർത്തമ്മയായിട്ട് തന്നെ ഇങ്ങനെ വളരെ സ്നേഹമാണ് മന്ധരയ്ക്ക് കുഞ്ഞിനോട്. അമ്മയുടെ ലാളനയും ഒക്കെ കൊടുത്താണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. തിരിച്ചു അങ്ങനെ പറഞ്ഞാലും പരസ്പരം കേൾക്കും, പരസ്പരം സ്നേഹിച്ച് ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രായപൂർത്തിയായി, കല്യാണം വന്നു. ദശരഥ മഹാരാജാവ് കൈകേയിയെ വിവാഹം കഴിച്ചു. എന്നിട്ട് പോകുമ്പോൾ അന്ന് അല്ലെങ്കിലും പതിവുണ്ട്, ഇങ്ങനെ ദാസിമാരെ കൂടെ വിടും. ഇവിടെ കൊണ്ടുപോയത് കുബ്ജയാണ്, കൂനിയാണ്. അതാണ് ഈ മന്ധരയുടെ വിശേഷം. പക്ഷെ സുന്ദരിയാണ്. അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് കൈകേയി തന്നെ പ്രശംസിക്കുന്നുണ്ട്. കൂനുണ്ടെന്നേ ഉള്ളൂ, നിന്റെ ഓരോ ഉപാംഗങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. ആ സമയത്താ പെട്ടെന്ന് ഈ അഭിഷേകത്തിനുള്ള ആരംഭം വരുന്നു. അന്ന് ഭരതൻ ശത്രുഘ്നനും അച്ഛൻ വീട്ടിലേക്ക് പോയിരിക്കുക. അപ്പോൾ ഈ ഒരു ദിവസം മന്ധര നോക്കുമ്പം കൗസല്യ ദാനം ചെയ്യുന്നു. ഒരുപാട് ആളുകളെ, ബ്രാഹ്മണർക്കെല്ലാം ദാനം ചെയ്യുന്നു. എന്തെങ്കിലും വിശേഷമുള്ളപ്പോഴാണല്ലോ ഈ കൊട്ടാരങ്ങളിൽ ഇങ്ങനെ ചെയ്യാറ്, ദാനം ചെയ്യുന്നു. അപ്പോൾ അന്വേഷിച്ചു. അന്നേരം ഈ പറയുന്നത് അറുപിശുക്കിയായ കൗസല്യ ദാനം ചെയ്യാൻ എന്തേലും കാരണം കാണുമല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ശ്രീരാമന് അഭിഷേകം നടക്കാൻ പോവുക. ഇത് കേട്ടതും ഓടി പോവുകയാണ്. എവിടാ? കൈകേയിയുടെ അടുത്തോട്ട്. അവിടെ ചെന്ന് വിളിച്ച് പറയുന്നത് നേരെ ദുർഭഗേ മൂഢേ എന്നൊക്കെ പറഞ്ഞ്, നീ കിടന്നിങ്ങനെ ഉറങ്ങിക്കോ,
ഇവിടെ എന്താ നടക്കുന്നത് നിനക്കറിയാമോ? അപ്പൊ ചോദിക്കും എന്താ? പെട്ടെന്ന് ചാടി എണീക്കും. എന്നിട്ട് നോക്കുന്നുണ്ട് ഇവിടെ എന്താ എല്ലാം അലങ്കരിച്ചൊക്കെ ഇട്ടിരിക്കുന്നത്, എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? അത് ശ്രീരാമന് അഭിഷേകമാണ്. ഉടനെ ചാടി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് കാലേന്ന് ഈ നൂപുരം ചാമീകരണം, നല്ലൊരു വാർത്തയല്ലേ കൊടുത്തത്, സ്നേഹമല്ലേ ശ്രീരാമനോട്. സ്വർണ്ണ പദസരം ഊരി കൊടുക്കുകയാണ്. ഒക്കെ തട്ടിമാറ്റിയിട്ട് എന്നോട് രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആര്യമില്ല. തിരിച്ചും അങ്ങനെയാണ്. അവിടെ കൗസല്യക്കാട്ടിൽ അവൻ രാമൻ ഇഷ്ടം എന്നെയാണ്. അങ്ങനെയുള്ള രാമൻ അഭിഷേകം ചെയ്യുമ്പോൾ ഞാൻ സന്തോഷിക്കുകയല്ലേ, പക്ഷെ നിനക്കെന്താ ഒരു ദുഃഖം എന്ന് ചോദിക്കും. അപ്പൊ നമുക്കറിയാം ഈ ഏഷണിക്കാരുടെ പടിപടിയായ ഒരു ഉയർച്ചയാണ് ഇവിടെ കാണുന്നത്. നമ്മള് ഇതാദ്യം നമ്മുടെ വീട്ടിലോട്ട് ഇതുപോലെ ഏഷണിക്കാർ കിടന്നുറങ്ങിക്കോ, ഇതൊന്നും പുറമേ നടക്കുന്നൊന്നും നീ അറിയണ്ട, ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമല്ലോ. നിനക്ക് ആരുണ്ട്? രണ്ടാമത് പറയുന്നത് നിനക്ക് ആരുണ്ട്? നിന്റെ മക്കളെ അങ്ങോട്ട് അയച്ചിരിക്കുക, മനഃപൂർവ്വം പറഞ്ഞയച്ചു. ഇവിടെ ഈ സമയത്ത് അവരുണ്ടാകാൻ പാടില്ല. അപ്പൊ നിനക്ക് ആരുണ്ട്? നീ പിന്നെ വിചാരിക്കും ഏറ്റവും സ്നേഹം നിന്നോടാണെന്ന് അതില്ല പറയുന്നത് രാജാവിന്. എപ്പോഴും പ്രിയ പത്നി, ഒപ്പമുള്ളതും മിടുക്കിയുമാ. കൈകേയി എല്ലാ തരത്തിലും സമൃദ്ധയാ. മറ്റു രണ്ടുപേരെയും പോലല്ല. ഒരു ഭാര്യാവധവയിൽ ഏറ്റവും ശോഭിക്കുന്ന ആള് കൈകേയ. പക്ഷെ നീ കണ്ടോ, രാജാവ് നിന്നോട് ദശരഥന് ഏറ്റവും പ്രിയങ്കരിയായത്. നിന്നോട് പോലും ആലോചിക്കാതെ ഇവിടെ രാജ്യാഭിഷേകം നടത്തുന്നു. വീണ്ടും ഇതിങ്ങനെ പറയുകയാണ്. പക്ഷെ ഇതൊന്നും ഏശുന്നില്ല. അന്നേരം ഇവര് നമ്മള് സാധാരണ കേൾക്കാറില്ലേ, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുക. അപ്പൊ ഈ രാമനോടുള്ള വിദ്വേഷമോ അത് കൈകേയിക്ക് ഒട്ടും ഏൽക്കുന്നേ ഇല്ല. അപ്പം മാറ്റിപ്പിടിച്ചു. അതായത് നീ സപത്നിയാണ് കൗസല്യയുടെ. രാമൻ രാജാവായാൽ ലക്ഷ്മണൻ രാജ്യഭോഗം അനുഭവിക്കും. കൗസല്യയുടെ ദാസിയാകേണ്ടി വരും ഭാവിയിൽ. രാജമാതാവാകും കൗസല്യ. നീ രാജമാതാവിന്റെ ദാസിയാകും. ഭരതൻ രാമന്റെ ദാസനാകും, ദാസ്യവേല അനുഭവിക്കും. ഇനിയിപ്പോ വരാൻ പോകുന്നത് ശ്രീരാമന് മക്കളുണ്ടായാൽ അവർക്കാണ് രാജ്യഭാരം. പരമ്പര അവൻ രാമനിലൂടാണ്. നിനക്ക് ആരുമില്ലാതാവും. പിന്നെയും പറയുന്നത് സപത്നിയാണ്. നീ രാജാവിന് പ്രിയപ്പെട്ടവളാണെന്നുള്ള അസൂയ എന്നും ആർക്കുണ്ട്? കൗസല്യക്കുണ്ട്. അത് മുതലെടുക്കും നിന്നെ. അതുകൊണ്ടാണ് അങ്ങനെ നിന്നെ ദാസിയാക്കും. ഈ വിധത്തിൽ അങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും കൈകേയിക്ക് ഇളകി തുടങ്ങിയും തന്നെയല്ല, ആ ഇളക്കം അങ്ങ് മൂർധന്യത്തിലോട്ട് പോവാണ്. ഭയങ്കര വാശിയായി, ദേഷ്യമായി. എന്നിട്ട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യും? മറുപടി അവിടെ തന്നെ ഉണ്ട്, മന്ധരയുടെ കയ്യിലുണ്ട്. അപ്പം മന്ധര പറയാണ്, നീ മറന്നുപോയോ? 2 വരം നിനക്ക് തന്നിട്ടില്ലേ? നീ ഒരു കാര്യം ചെയ്താൽ മതി, രാമന്റെ ഈ അഭിഷേകം മുടക്കണം, ആദ്യം അത് ചെയ്യണം. എന്നിട്ട് രാമനെ പറഞ്ഞയക്കണം, ഭരതന് രാജ്യം കൊടുക്കും. നീ വിചാരിച്ചാലും നടക്കും. കാരണം രാജാവ് അത്രയ്ക്ക് നിന്നിൽ ആസക്തനാണ് എന്ന് പറയും. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉടനെ പറയും, നീ ഒരു കാര്യം ചെയ്യാ, 2 വരം നിനക്ക് തന്നിട്ടുണ്ട്. പണ്ട് ദേവാസുര യുദ്ധത്തിന് പോയ സമയത്ത്, അത് പ്രസിദ്ധമായ ഒരു കഥയാണ്. രഥത്തിന്റെ ചക്രവിളകുമ്പോഴും എന്ന് പറയുന്നു. ഒറ്റ രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ പറയുന്നത് ക്ഷീണിതനായി വല്ലാതെ, അപ്പം മാറ്റി ഇവള് രഥം മാറ്റി കൊണ്ടുപോയി ശുശ്രൂഷിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഇത് കീലരന്ധ്രത്തിൽ വിരല് കടത്തി. എന്തായാലും അന്നേരം തന്നെ രാജാവ് 2 വരങ്ങള് ദാനം ചെയ്യാൻ തയ്യാറായി. പക്ഷേ മിടുക്കിയായ ഈ കൈകേയി പറഞ്ഞു, തൽക്കാലം വേണ്ട, അത് അവിടെ ഇരിക്കട്ടെ, ന്യസ്തമായിട്ട് വെക്കുക, അത് ന്യസ്തമാക്കി വെക്കുക, ഞാൻ വേണ്ടപ്പോ ചോദിച്ചോളാന്ന് പറഞ്ഞു. അത് നീ ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാല് നീ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, കൈകേയി തന്നെയാ പറഞ്ഞത്. ആലോചിക്കണം, അത്ര സ്വാതന്ത്ര്യമാണ് ഈ മന്ധരയ്ക്ക് കൈകേയില്. കൈകേയി ശരിയാണല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, ഇവിടെ ഇത് കോപം വന്നാൽ, സങ്കടം വന്നാൽ കിടക്കാനായിട്ടൊരു പ്രത്യേക കോപാലയമുണ്ട്, ക്രോധാലയമുണ്ട്. നീ അവിടോട്ട് പൊയ്ക്കൊള്ളുക. എന്താ ചെയ്യേണ്ടത്? ആഭരണങ്ങളെല്ലാം വലിച്ചെറിയണം, മുടിയെല്ലാം അഴിച്ചു നിരത്തണം, ഇത് നിലത്ത് കിടക്കണം, ബെഡിലൊന്നും കിടക്കരുത്, എന്നിട്ട് കിടന്ന് കരയണം. രാജാവ് വരുമ്പോൾ യാതൊരു കാരണവശാലും, എന്നിട്ട് മുഖത്തെ കാണിക്കേണ്ട കാര്യങ്ങൾ വരെയും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഈ പടിപടിയായിട്ട് ഈ രോഷം അതിന്റെ മൂർധന്യത്തിലെത്തി. എന്നിട്ട് പറയണം, ഭരതനെ രാജാവാക്കിയാൽ മാത്രം പോരാ, 14 വർഷം രാമനെ പറഞ്ഞയക്കാൻ. കാരണം 14 വർഷം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറവി സംഭവിക്കുന്നത് ഒരു 14ന്റെ കണക്കാണ്. 15-16 ആകുമ്പോഴത്തേനും നമുക്ക് മറവിയിലോട്ട് മാറും. അതുകൊണ്ട്
ഈ 14 വർഷം കഴിയുമ്പം ഭരതൻ നന്നായിട്ട് രാജ്യം ഭരിക്കുകയും ജനമനസ്സുകളിൽ രാമൻ മറന്നു പോകപ്പെടും. എന്നിട്ട് ഭരതനെ സ്നേഹിക്കും. പിന്നെ രാമൻ തിരിച്ചു വന്നാലും അതെ, പിന്നെ രാമൻ തിരിച്ചു വന്നാലും അവിടെ ഒരു ഫലവും ഇല്ല. രാമൻ ഒരു സ്വാധീനം ഉണ്ടാവത്തില്ല. കാരണം ഭരതനെ അത്രമാത്രം അങ്ങനെ ആരും താനും 14 വർഷം കഴിഞ്ഞ് രാമൻ വരുമ്പോ ഭണ്ഡാരവും അതും പിന്നെ ധനധാന്യ സമൃദ്ധി വളരെ സമ്പൽ സമൃദ്ധം 10 മടങ്ങ് വർദ്ധിച്ചു ദശരഥനെക്കാട്ടില്. അങ്ങനെ നോക്കുന്ന നല്ല രാജാവായിരുന്നു ഭരതൻ. പക്ഷെ ഭരതൻ അതിന് വഴങ്ങിയില്ലെന്നുള്ളതാണ് വേറെ കാര്യം. രാജാവായി ഭരിച്ചില്ല, പാതുകം വെച്ച് പൂജിച്ചാണ് അല്ലേ? അതെ, രാമൻ തിരിച്ചു വന്നാൽ ആളുകള് അദ്ദേഹത്തിനെ സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. എപ്പോഴും അങ്ങനെയല്ലേ, ഒരു കുറവ് വരുമ്പോഴാണല്ലോ ഇതിനേക്കാളും നന്നായിട്ട് ഭരിക്കുന്ന ഒരാൾ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. അതെ അതെ. എന്നിട്ട് ഇത് പറഞ്ഞ പോലൊക്കെ ചെയ്തതും പിന്നീടുണ്ടായതും നമുക്കറിയാം. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ ഏതും ഇതിനൊരു ഇളക്കം വരായിൽ നീ ഞാൻ വിചാരിച്ച പോലൊക്കെ നന്നാവും. നിനക്ക് രാജമാതാവാകാൻ പറ്റും, എൻ്റെ മകൻ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞു പോകുന്ന ഈ മന്ധരെ നമ്മൾ പിന്നെ കാണുന്നില്ല. പിന്നെ കാണുന്ന ചെറിയൊരു ഭാഗത്തല്ലേ, അത്ര വളരെ ചെറുതാണ്. പക്ഷെ നമുക്കറിയാം മന്ധര അവിടെ വന്നിരുന്നില്ല എങ്കിൽ രാമന്റെ അഭിഷേകം നടക്കും, രാമായണം അവിടെ കൊണ്ട് തീരും, പിന്നെ രാമായണം ഇല്ല. പക്ഷെ രാമായണത്തിനെ മുന്നോട്ട് നയിക്കുന്നത് മന്ധരയാ. പക്ഷെ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ടീച്ചറെ? ഉണ്ട്. അതാണ് നമുക്ക് പറയാൻ വരുന്നത്. മന്ധര നൂപുരം അഴിച്ചു കൊടുക്കുന്ന കൈകേയെ നിന്നും പടിപടിയായിട്ട് ആ രോഷം ഉയർന്നിട്ട് വനവാസത്തിന് പോകാൻ രാമൻ തുനിയുന്ന സമയത്ത് ദശരഥൻ പറയാണ്, ഇദ്ദേഹത്തിന്റെ കൂടെ ഇവിടുത്തെ എല്ലാ സൈന്യ സമേതം ആ സമ്പത്ത് എല്ലാം അങ്ങോട്ട് പൊക്കോട്ടെ, എല്ലാം അങ്ങ് പോട്ടെ എന്നാ പറയുന്നത്. ഇത് കേട്ടപ്പോ കൈകേയിക്ക് ദേഷ്യമായി. കാരണം ഒന്നുമില്ലാത്ത രാജ്യം ഭരതൻ എന്തിനാണ്? അവൻ ദേഷ്യം വന്നു, ഇദ്ദേഹത്തിന്റെ അടുത്തോട്ട് ചെന്നു. അപ്പം ഭയങ്കര ദേഷ്യത്തിൽ ചീറിക്കൊണ്ടാണ് പറയുന്നത്, ഇതെന്താ, ഇതൊന്നുമില്ലാത്ത രാജ്യം ഭരതൻ എന്തിനാണ്? ഞാൻ പറഞ്ഞിട്ട് രാമനെ അസമഞ്ജസനെ മാതിരി നാട് കടത്തണം എന്ന് പറയുന്നുണ്ട്. നോപുരം അഴിച്ചു കൊടുത്ത ആ അത്രയും നല്ല സ്നേഹസമ്പന്നയായ കൈകേയിയെ അസമഞ്ജസനെ ചെയ്ത പോലെ നാട് കടത്തണമെന്ന് പറയും തക്കവണ്ണം മാറ്റിയെടുക്കാൻ ഈ മന്ധരയ്ക്ക് കഴിഞ്ഞു. അപ്പൊ ഈ ഇദ്ദേഹം ഇങ്ങനെ പറയാണ് ദശരഥൻ, ഒന്നും മിണ്ടുന്നില്ല, ഒറ്റ വാക്ക്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ അസമഞ്ജൻ എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് അതിൽ ആഹ്ലാദിക്കുന്ന ഒരു കഥാപാത്രമാണ്. സഗരന്റെ മകനാണ് കേശിനി, സഗര ദമ്പതികളുടെ മകനാ, രാജാവിന്റെ മകനാണ്. പക്ഷെ ഇവന്റെ ഒരു നമ്മൾ പറയത്തില്ല സാഡിസ്റ്റ്. അദ്ദേഹത്തിന് വേണ്ടത് കൊച്ചു കുഞ്ഞുങ്ങളെ തേടി പിടിക്കും, എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സരയൂ നദിയിലോട്ട് എറിഞ്ഞ് കുഞ്ഞുങ്ങൾ മുങ്ങി താഴുന്ന കണ്ടോണ്ട് രസിക്കുക, ആഹ്ലാദിക്കുക. ഇപ്പോഴും നമുക്ക് കാണുന്നുണ്ട് അങ്ങനെ ചില ഇപ്പോഴും നടക്കുന്നു വേറെ പല തരത്തില്. രാജാവിന്റെ മകനാ, ഇവർക്കാർക്കും എതിർക്കാൻ പറ്റുന്നില്ല. ഇവരെല്ലാവരും കൂടെ ചെന്ന് മന്ത്രിമാരുൾപ്പെടെ ചെന്നിട്ട് രാജാവിനോട് കാര്യം സഗരനോട് പറയും. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയും. രാജാവിനത് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പം അന്നത്തെ നല്ലവനായ രാജാവ് തൻ്റെ മകനാണെന്ന് വിചാരിക്കാതെ മകനെയും ഭാര്യയും പിന്നെ അവരുടെ എന്താ കിടിപിടി സാധനങ്ങളും എല്ലാമായിട്ട് നാട് കടത്തുക, അയോധ്യനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ചെയ്ത ഒരു ആളാണ് സഗരൻ. പക്ഷെ ഇദ്ദേഹത്തിന്റെ അംശുമാൻ പിന്നുണ്ടാകുന്നതും അത് ബാക്കി കഥകൾ, അത് പോട്ടെ. ഇങ്ങനെ മാറ്റിയെടുക്കാൻ ഈ മന്ധരയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മള് കരുക്കളാക്കപ്പെടുക എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഇതിനെ ഇവിടെ പറയുന്നുണ്ട്. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്ന്. പക്ഷെ നമ്മൾ ആലോചിച്ചു നോക്കിയേ, ഈ മന്ധര വളരെ സാധുവായ നല്ലൊരു പോറ്റമ്മയായിരുന്നു. കൈകേയും മിടുക്കിയാണ്, രാമനോടൊക്കെ എത്ര സ്നേഹത്തിലാണ്, വാത്സല്യത്തിലാണ്. ഇവരെ ഇങ്ങനെ ആക്കിയതാരാ? പക്ഷെ ഇവിടെ കജ്ജളം പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആരാ ഇത് ചെയ്തത്? അവിടാണ് നമ്മള് അപൂർവതയിലേക്ക് പോകേണ്ട. അവതാര ലക്ഷ്യം. ശ്രീരാമൻ അവതരിച്ചിരിക്കുന്നത് രാവണ നിഗ്രഹത്തിനാണ്. ഇവിടെ ഈ സംഭവം നടന്നാൽ, അഭിഷേകം നടന്നാൽ മനുഷ്യനാണ്. നാരദനും എന്ന് പറയുന്നുണ്ടല്ലോ, പോകപ്പെടില്ല, ഒന്നുമില്ല, നിഗ്രഹം നടക്കില്ല, അല്ലെ, ഒന്നും നടക്കത്തില്ല, അവതാര ലക്ഷ്യം പൂർത്തിയാകില്ല. അതുകൊണ്ട് അവിടെ വേണം മന്ധര. അപ്പൊ ഇവിടെ സീതയോ ഉൾപ്പെടെ വേണം കാട്ടിൽ പോകാനെന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ പോകാൻ പറ്റുള്ളൂ. അതെ.
അപ്പൊ ദേവന്മാർക്ക് പേടിയാകും അഭിഷേകം നടക്കുമെന്നുള്ളത്. അന്നേരം വാണിദേവി അങ്ങ് വിളിക്കും. എന്നിട്ട് പറയും ഇവിടെ ആരെയാണ് ഏറ്റവും സ്വാധീനിക്കാൻ രാജാവിനെ സ്വാധീനിക്കാൻ പറ്റുന്നത് കൈകേയിയാണ്. അപ്പൊ കൈകേയിക്ക് ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് കൈകേയിൽ മന്ധരയാണ്. അപ്പൊ മന്ധരയെ കരുവാക്കി. മന്ധരയുടെ നാവിൽ കയറി നീ സരസ്വതി ദേവി പോയി മന്ധരയെ കൊണ്ട് പറയിച്ച ദേവി പിന്നീടും ഇതുപോലൊരു കളി കളിച്ചിട്ടുണ്ട്, കുംഭകർണന്റെ. അത് തന്നെ പിന്നീട് പറയാം അല്ലേ? ആയിക്കോട്ടെ. എന്നിട്ട് മന്ധരയെ കൊണ്ട് പറയിച്ച അഭിഷേകം മുടക്കണം. അപ്പൊ ദേവന്മാരുടെ ഉത്സിതമാണ് ശരിക്കു പറഞ്ഞാൽ ഈ മന്ധരയും ഈ കൈകേയിലൂടെയും അവതരിപ്പിച്ചത്. ആ ഉത്സവത്തിന് പിന്നിൽ രാവണ നിഗ്രഹം എന്ന് പറയുന്ന ഒരു നന്മയുണ്ട്. ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ച് പോകുമ്പോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാമായണം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആരോടും വിരോധം തോന്നില്ല. എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. അതെ, മന്ധരയോടില്ല, കൈകേയിയോടില്ല, ആരോടും നമുക്ക് ദേഷ്യം തോന്നാത്തത് ഈ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ്, ഈ വിശേഷങ്ങള്. അതുകൊണ്ട് സ്വയംപ്രഭയെ പോലെ സ്വയംപ്രഭ ഒരാൾക്ക് വഴി കാട്ടിയെങ്കിൽ ഒരാളെ വഴിയിൽ നിന്നും മാറ്റി അന്ധകാരത്തിലേക്ക് ഗതി മാറ്റി വിടാൻ വേണ്ടി കാരണക്കാരിയാകാൻ പറ്റി എന്നുള്ളതാണ്. അതെ, ഈ പറഞ്ഞ പോലെ സ്വയംപ്രഭയുടെ കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ മന്ധരയെ പോലെയും നമ്മുടെ ജീവിതത്തിൽ ധാരാളം പേർ വരാറുണ്ടല്ലേ? ധാരാളം. സ്വയംപ്രഭ കുറവാ. അതെ, സ്വയംപ്രഭമാർ കുറവാണ്, പക്ഷെ ധാരാളം നമ്മുടെ ചുറ്റും ഉണ്ട്. അതിന്റെ ആ സ്വാധീനത്തിൽ പെട്ട് എത്ര ജീവിതങ്ങളാണ് പോകുന്നത്, ചെറിയൊരു ഏഷണിയുടെ പേര്. അപ്പോൾ ഏതായാലും ഈ രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് തരുന്ന പാഠങ്ങളും ഇതാണ്. നന്മകൾ പറഞ്ഞു തരുന്നവരെ സ്വീകരിക്കുക, തിന്മകൾ പറഞ്ഞു തരുന്നത് നമ്മൾ എത്രത്തോളം ചെവിക്കൊള്ളണം, അതിൽ നിന്ന് എത്രമാത്രം നമ്മൾ സ്വാംശീകരിക്കണം എന്നൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള മഹത് ഗ്രന്ഥങ്ങൾ നമുക്ക് തരുന്ന പാഠങ്ങൾ. പക്ഷെ പിന്നീട് ഒരിക്കലും മന്ധരയോ കൈകേയിയോ സ്നേഹിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു വലിയ ദുഃഖം കൂടെ നമുക്കുണ്ട്, ഇല്ലേ? അതെ. പിന്നീട് ശത്രുഘ്നൻ മന്ധരയെ വധിക്കാൻ പുറപ്പെടുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, ഒരിക്കൽ കൂടെ മന്ധരയെ നമ്മൾ കാണുന്ന അപ്പോഴാണ്. ശരിയാണ്. ഈ അംഗരാഗം കൊണ്ടുപോകുമ്പോ മന്ധരയെ കാണുന്നു ശത്രുഘ്നൻ, ഓടിച്ചെന്ന് ഇവളെ കൊല്ലാനായിട്ട് ചെല്ലുക. ആ സമയത്ത് അലറിക്കൊണ്ടുപോകുന്നു, അലറുകയായി എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവരെല്ലാം ചെന്ന് ചുറ്റും നിന്നു. പക്ഷെ ഭരതൻ പറയുന്നുണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല, കാരണം രാമൻ നമ്മുടെ ചേട്ടൻ നമ്മളോട് കോപിക്കും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് തടയുന്നത്. അന്നേരം അങ്ങനെ ഒരു സംഭവം കൂടെ ഒടുവിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് മറ്റൊരു കഥയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.